അതുപോലെ തന്നെ ഉമേഷിലേക്ക് തന്നെ വരേണ്ട മറ്റൊരു വാർത്ത കൂടി നമ്മുടെ മുമ്പിലുണ്ട്. കൊച്ചി കാക്കനാട് നിറ്റ ജലാറ്റിൻ കമ്പനിയിലുണ്ടായ സ്ഫോടനത്തിൻ്റെ കാരണമറിയാൻ ഇന്ന് ശാസ്ത്രീയ പരിശോധന നടക്കും. ഫോറൻസിക് സംഘമാണ് പരിശോധന നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉമേഷ് വിശദാംശങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം അല്ലേ? ഒരാൾ കൊല്ലപ്പെട്ടു. അതെ ശരത്, ഇന്നലെ രാത്രിയാണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. രാത്രി 8 മണിക്ക് ഈ കൊച്ചി കാക്കനാട് ഇൻഫോ പാർക്കിന് സമീപമുള്ള നിറ്റ ജലാറ്റിൻ കമ്പനിയിലാണ് സ്ഫോടനം ഉണ്ടായത്. ആ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടയാൾ ഇതര സംസ്ഥാനക്കാരാണ്. പഞ്ചാബ് മൊഹാലി സ്വദേശി പരിക്കേറ്റിട്ടുണ്ട്. ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേർ മലയാളികളാണ്. ഒരാൾ എടപ്പള്ളി സ്വദേശി നജീബ്, ഇയാൾ കമ്പനി ഓപ്പറേറ്ററാണ് എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ കമ്പനിയിലെ ഇവരുടെയൊക്കെ സൂപ്പർവൈസറാണ്. ഈ ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളുടെയൊക്കെ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്ന തോപ്പൻ. ഇയാളുടെ ശരീരഭാഗങ്ങളൊക്കെ ചിന്നിച്ചിതറി എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ഇയാളുടെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ 5 പേരും ഈ സമയത്ത് ഈ നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ ഈ സ്ഫോടനം നടന്ന ആ ഭാഗത്തു കൂടി ക്യാൻറ്റീനിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി സ്ഫോടനം ഉണ്ടാവുകയും ഇത് സംഭവിക്കുകയും ചെയ്യും. ഇയാൾ കൊല്ലപ്പെടുകയും മറ്റു 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇത് ഈ കമ്പനി ഉപയോഗിച്ച ശേഷം കൂട്ടിയിട്ടിരുന്ന ചില കെമിക്കലുകളൊക്കെ ഉണ്ടായിരുന്ന ചില കുപ്പികളാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത് എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. എന്തുകൊണ്ട് അവിടെ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നു എന്നത് സംബന്ധിച്ച് ഇന്നലെയും ഇപ്പോൾ ഈ രാവിലെയും അത് സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. കമ്പനി വിശദമാക്കുന്നത് അങ്ങനെ സ്ഫോടനം നടത്താൻ അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ മാത്രമുള്ള സാധനങ്ങളൊന്നും അവിടെ സൂക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഫോറൻസിക് സംഘം അവിടെ എത്തി പരിശോധന നടത്തുന്നത്. രാവിലെ തന്നെ ഈ പരിശോധന നടത്തും എന്നാണ് അറിയുന്നത്. ആ പരിശോധനയ്ക്ക് ശേഷം എന്തുകൊണ്ട് ഈ സ്ഫോടനം നടന്നു എന്ന കാര്യത്തിലൊരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ശരത്ത്.